ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസീം സാറാണ്. നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ ലിസ്റ്റ് ടേബിൾ ഫോം ഒരൊറ്റ ഫ്രെയിമിലേക്ക് കയറ്റി വെക്കാം. എന്തൊക്കെയാ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ പാർട്ടാണ് നമുക്ക് ടേബിൾ, എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, കംപ്ലീറ്റ് പ്രോഗ്രാമിങ് കേട്ടോ. ടേബിൾ എങ്ങനെ ചെയ്യാം. മൂന്നാമത്തെ സാധനം ഫോം. യെസ്, അപ്പം നമുക്ക് ഇത് മൂന്നും ഒരൊറ്റ ഫ്രെയിമിൽ കയറാം. യെസ്, ഫസ്റ്റ് വൺ ഏതാ? ലിസ്റ്റാണ്. ലിസ്റ്റ്. അപ്പോൾ ലിസ്റ്റിൽ ഒരു പ്രോഗ്രാം ചെയ്യാം. ഏത് പ്രോഗ്രാം ചെയ്യാം? അപ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സെറ്റാക്കി വെക്കാം. ലിസ്റ്റാണ്. എന്താ ലിസ്റ്റാണ്? ലിസ്റ്റ് പറഞ്ഞാൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിസ്റ്റ് പറയുമ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അതേപോലെ ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ, ഫസ്റ്റ് വൺ ഈസ് വെജിറ്റബിൾ. ഞാൻ ഈ വെജിറ്റബിൾ എടുക്കുന്ന വിവാദങ്ങൾ ഒഴിവാക്കാനാണ്. ഒനിയൻ എന്നുള്ള എലമെൻ്റ് ഉണ്ട്, അതേപോലെ ടൊമാറ്റോ, അതേപോലെ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ആപ്പിൾ ഉണ്ട്, ഓറഞ്ച്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അർത്ഥം, ഉദ്ദേശം ഏത് ടൈപ്പ് ലിസ്റ്റാണെന്നുള്ളത് മാത്രമേ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെയാണ് തന്നത് എങ്കിൽ ഇതിനെ പറഞ്ഞ പേരാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾസുകളൊന്നുമില്ല, ജസ്റ്റ് ഇൻഡൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. പകരം ഇവിടെ എന്ന് തന്നു, ആ എ അവിടെ വന്നാൽ ഇത് ബി ആയിരിക്കും. ഇവിടെ സ്മോൾ ലെറ്റർ എ ഉണ്ട്, ഇവിടെ സ്മോൾ ലെറ്റർ ബി ഉണ്ട്, ഇവിടെ സർക്കിൾ ഉണ്ട്, ഇങ്ങനെ തോന്നും. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ കൈകാര്യം ചെയ്യുക? ഫസ്റ്റ് വൺ ഈ വെജിറ്റബിളും ഫ്രൂട്ട്സും ആണ്. ആദ്യത്തെ വെജിറ്റബിളും ഫ്രൂട്ട്സാണ്. വെജിറ്റബിളും ഫ്രൂട്ട്സിൻ്റെ തൊട്ടുമുമ്പിലുള്ള ആളാരാ? എയും ബിയും ആണ്. അപ്പോൾ അത് ഓർഡേർഡ് ലിസ്റ്റാണ്. അപ്പോൾ എഴുതേണ്ട പ്രോഗ്രാം സ്റ്റൈൽ നോക്ക്, OL എഴുതാം. അറിയാത്തവർക്ക് കേട്ടോ, ആ ലെവലിൽ എടുക്കണ ഓർഡേർഡ് ലിസ്റ്റ്. ടൈപ്പ് ഈസ് ഈക്വൽ ടു എ ആണ്. ടൈപ്പ് ഈസ് ഈക്വൽ ടു എ. അപ്പോൾ എ എന്നുള്ള സാധനം ഡബിൾ കോട്ട് ഇട്ടാലും വർക്ക് ചെയ്യും, ഇട്ടില്ലെങ്കിലും വർക്ക് ചെയ്യും. അപ്പോൾ ടൈപ്പ് ഈക്വൽ എ. വെജിറ്റബിളും വരണം, ഫ്രൂട്ട്സും വരണം. അപ്പോൾ LI ലിസ്റ്റ് ചെയ്യുക. ആദ്യത്തെ ലിസ്റ്റ് ഐറ്റം എന്നാണ്. ആദ്യത്തെ ലിസ്റ്റിൽ വെജിറ്റബിൾ എന്ന് എഴുതും, LI ക്ലോസ് ചെയ്യും, അവിടെ തീർന്നു. ഇനി വേണ്ടത് ഫ്രൂട്ട്സ് എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ രണ്ട് എലമെൻറ്റ്സ്, രണ്ട് പോയിന്റുകൾ ഇതാണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചോ. 4 ലൈൻ ഗ്യാപ്പ് ഇടുക. 2 ആണെങ്കിൽ 4, 3 ആണെങ്കിൽ 5, 5 ആണെങ്കിൽ 7, എക്സ്ട്രാ ഒരു 2 ലൈൻ ഗ്യാപ്പ് ഇടുക. ആ ഗ്യാപ്പ് ഇട്ടിട്ട് LI ഫ്രൂട്ട്സ്, അവിടെ തീർന്നു മക്കളെ. LI ക്ലോസ്. ആപ്പിളായി, ഓറഞ്ചായി. ഇനിയിപ്പോൾ ഇവിടെ ഗ്രേപ്പ് കൂടി ഉണ്ട് എങ്കിൽ, സപ്പോസ് അങ്ങനെ പഠിക്കാം, ഗ്രേപ്പ് ഉണ്ടെങ്കിൽ. അപ്പം 3 എലമെൻറ്റ്സ് ഉണ്ട്. 3 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 5 ലൈൻ ഗ്യാപ്പ് ഇടുക. എന്നിട്ട് ഫസ്റ്റ് OL ക്ലോസ് ചെയ്യാം, അവിടെ തീർന്നു. ഇനി ആ ഗ്യാപ്പിലേക്ക് എനിക്ക് വേണ്ടത് ഈ ആപ്പിൾ, ഓറഞ്ച് ഈ ഒനിയനെ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഒനിയൻ്റെ തൊട്ട് മുമ്പിലുള്ള ആളാരാ? സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയുമാണ്. അപ്പോൾ വീണ്ടും ഓർഡേർഡ് ലിസ്റ്റ്. ടൈപ്പ് ഈസ് ഈക്വൽ ടു എ. LI 2 LI പ്ലേസ് ചെയ്യാം. ആദ്യത്തെ LIയിൽ ഒനിയനെ പ്ലേസ് ചെയ്യാം, രണ്ടാമത്തെ LIയിൽ ടൊമാറ്റോനെ പ്ലേസ് ചെയ്യാം. ടൊമാറ്റോ പ്ലേസ് ചെയ്തു. എന്നിട്ട് അതേപോലെ LI ക്ലോസ് ചെയ്യുക, /LI. എന്നിട്ട് ഫൈനലി OL ക്ലോസ് ചെയ്യാം, അവിടെ തീർന്നു. ഇതുപോലെ ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ് എന്നുള്ളത് സർക്കിളാണ് വന്നത്. ആ സർക്കിൾ വരണമെങ്കിൽ യൂസ് ചെയ്യുന്ന കമാൻഡാണ് UL ടാഗാണ്, അൺഓർഡേർഡ് ലിസ്റ്റാണ്. അവിടെ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ടൈപ്പ് ഈസ് ഈക്വൽ ടു സർക്കിളാണ് എനിക്ക് വേണ്ടത്. LI എത്ര? LI 3 LI ഒരുമിച്ച് പ്ലേസ് ചെയ്യാം. 3 LI ഒരുമിച്ച് പ്ലേസ് ചെയ്യാം, UL ക്ലോസ് ചെയ്യാം. ആദ്യത്തെ LIയിൽ ആരാ? ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ്. യെസ്, ആപ്പിൾ ഇതേപോലെ എഴുതിയാൽ വളരെ സ്പീഡായിട്ട് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഗ്രേപ്പ്. എന്നിട്ട് LI ക്ലോസ് ചെയ്യുന്നു, /LI. യെസ്, അവിടെ തീർന്നു. ഇത്രയുള്ളൂ ലിസ്റ്റ്. അപ്പോൾ ലിസ്റ്റിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് ഡെഫിനിഷൻ ലിസ്റ്റ് അതിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് പ്രോഗ്രാമിങ്ങിൽ വേണ്ടി വന്നില്ല. കാരണം ലിസ്റ്റിൻ്റെ ഉള്ളിൽ മറ്റൊരു ലിസ്റ്റ് വന്നാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻഡൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ ആ ടോപ്പിക് അവിടെ പൂർണ്ണമായി. സോ നെക്സ്റ്റ് വൺ ടേബിളിലേക്ക് ഇറങ്ങാം. ടേബിൾ ആദ്യം തന്നെ മനസ്സിൽ കാണേണ്ടത് ഒരു ടേബിൾ വരക്കാം. ആ ടേബിൾ വരച്ചാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് കയറാൻ പറ്റുള്ളൂ. യെസ്, ചുമ്മാ ഒരു ടേബിൾ വരക്കാം. എ എന്നുള്ള ടേബിൾ, യെസ്, വിവാദമില്ലാത്ത ടേബിൾ വരക്കാം. CDEF ഇങ്ങനൊന്നും വരില്ല. ഇത്രയ്ക്ക് വലിയൊരു ടേബിൾ ചെയ്താൽ അതുക്കും മേലെ ഇനി വരാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടേബിളാണ്. ഔട്ടർ കൂടെ ലൈൻസ് ഉണ്ട്. ആ ലൈൻസ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബോർഡർ. അപ്പോൾ ടേബിളിൻ്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെ? ബോർഡർ ഉണ്ട്, ബോർഡർ കളർ ഉണ്ട്, BG കളർ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കല്ലുകൾ തമ്മിൽ ഗ്യാപ്പ് വേണം, സെൽ സ്പേസിങ്, സെൽ പാഡിങ്, ടേബിളിൻ്റെ ഹൈറ്റ്, ടേബിളിൻ്റെ വിഡ്ത്ത്, അലൈൻ, 9 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തിന് ബോർഡർ മതി. ആ ബോർഡറിൽ ഫസ്റ്റ് റോ ടേബിളുമായിട്ട് അസോസിയേറ്റ്
അസോസിയേറ്റ് ചെയ്ത 3 ടാഗ് ഉണ്ട്. TR, TH, TD. എന്താ TR? ടേബിൾ റോ ആണ്. TH എന്ന് പറഞ്ഞാൽ എന്താ? ടേബിളിൻ്റെ ഹെഡിങ് ആണ്. TD എന്ന് പറഞ്ഞാൽ ടേബിൾ ഡാറ്റയാണ്. ഹെഡിങ് എന്ന് പറഞ്ഞാൽ കട്ടി ഉണ്ടാവും. TD എന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ ഡാറ്റ മാത്രമാണ്, ഉള്ളിലത്തെ വാല്യൂ മാത്രമാണ്. യെസ്, എന്നാ TH, TR, ടേബിൾ റോ. ഫസ്റ്റ് റോയിൽ അല്ല, TH, TD നമ്മളെ വ്യത്യാസം എന്താ? ഹെഡിങ് ആണ്, ഒന്ന് ഡാറ്റയാണ്. ഹെഡിങ് എന്ന് പറയുമ്പോൾ കട്ടി ഉണ്ടാവും, ബോൾഡ് വിത്ത് സെൻറ്റർ അലൈൻമെൻ്റ് ആണ്. TD എന്ന് പറഞ്ഞാൽ നോർമൽ ഡാറ്റയാണ്, ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ് ഉണ്ടാവുക. എന്നാ TR, ടേബിൾ റോ. പ്രത്യേകിച്ച് റോൻ്റെ പ്രത്യേകത എന്താ? ഏല് 3 എത്ര റോസ് ഉണ്ട് ഇതിൽ? 1, 2, 3, 4. എത്ര റോസ് ഇടാ? 4 റോസ് ഉണ്ട് അല്ലേ? 4 റോസ് ഉണ്ട്. 1, 2, 3, 4. 4 റോസ് ഉണ്ട്, 4 റോ ഉണ്ട്. അപ്പോൾ ഈ 4 റോ ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുക? അതേപോലെ എത്ര കോളംസ് ഉണ്ടടാ? എത്ര കോളംസ് ഉണ്ട്? 1, 2, 3 കോളംസ് ഉണ്ട്. അപ്പോൾ എത്ര റോ? 4 റോ. എത്ര കോളംസ് ആടാ? 3 കോളംസ്. അപ്പോൾ ആദ്യം എഴുതിയ ഏൻ്റെ പ്രത്യേകത എന്താ? ഏൻ്റെ പ്രത്യേകത എന്താ? 3 കോളങ്ങളുടെ വലുപ്പമാണ്. 3 കോളങ്ങളുടെ വലുപ്പമാണ്. യെസ്. അപ്പോൾ എന്താ ചെയ്യുക? കട്ടി വേണോ വേണ്ടെന്ന് തീരുമാനിക്കുക. ഞാൻ എന്ത് ചെയ്യുക? എല്ലാം കട്ടിയിലിടുകയാണ്. TH. കോൾ സ്പാൻ, കോളങ്ങൾ മെർജ് ചെയ്ത വലുപ്പം കിട്ടണം. കോൾ സ്പാൻ ഈക്വൽ ടു 3. 3 കോളങ്ങളെ വലുപ്പം എനിക്ക് ആർക്ക് വേണം? എക്ക് വേണം. സോ എ ഇവിടെ ക്ലോസ് ചെയ്യുക, TH ക്ലോസ് ചെയ്യുക. ഇതോട് കൂടെ ഫസ്റ്റ് റോ അവസാനിച്ചു. യെസ്. എവിടെ? വൈറ്റിലേക്ക് പോവാം. യെസ്, TR ക്ലോസ് ചെയ്തു. ഫസ്റ്റ് റോ അവസാനിച്ചു. രണ്ടാമത്തെ റോയിൽ എന്തൊക്കെ കാണുന്നത്? നമുക്ക് മറ്റൊരു കളറിലേക്ക് എഴുതിയാൽ പെട്ടെന്ന് ക്ലിക്കാവും. D ഉണ്ട്, E ഉണ്ട്, B ഉണ്ട്. യെസ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ റോ. അപ്പോൾ രണ്ടാമത്തെ റോ എങ്ങനെ എഴുതാം? TR. സെക്കൻഡ് റോ എല്ലാം TH ആണ്. THൽ ഇടാം, കട്ടിയിൽ വരും. D. ആ ഡീൻ്റെ പ്രത്യേകത എന്താ? 2 റോൻ്റെ വലുപ്പമാണ് എടുക്കുന്നത്. സോ റോ സ്പാൻ ഈക്വൽ ടു 2. റോ സ്പാൻ ഈക്വൽ ടു 2. അവിടെ D എന്നുള്ള പ്ലേസ് ചെയ്യാം. TD ക്ലോസ്. അവിടെ തീർന്നു. രണ്ടാമത്തെ E ആണ്. ഇക്ക് പ്രത്യേകിച്ച് വിവാദങ്ങളൊന്നുമില്ല. ചുമ്മാ TH എന്നിടാ, E എഴുതാ, TED. സോറി, TD അല്ല, TH. ഇവിടെ TH ആട്ടോ, TH ആണ്. TH. യെസ്. മൂന്നാമത്തെ റോ B ആണ്. ബീൻ്റെ പ്രത്യേകത എന്താ? 3 റോ അല്ലേ? റോകളെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. എത്ര റോ? 1, 2, 3. 3 റോൻ്റെ വലുപ്പം എടുക്കുന്നുണ്ട്. യെസ്. അവിടെ എന്ത് ചെയ്യുക? ബീന്ന് ക്ലോസ് ചെയ്യുക, TH ക്ലോസ് ചെയ്യും. ഇതോട് കൂടെ സെക്കൻഡ് റോയും അവിടെ അവസാനിച്ചു. അപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞു, സെക്കൻഡ് റോ കഴിഞ്ഞു. ആൻഡ് തേർഡ് വൺ എഫിൻ്റെ പ്രത്യേകത എന്താ? പ്രത്യേകിച്ച് വിവാദങ്ങളൊന്നുമില്ല. അത് നേരെ പ്ലേസ് ചെയ്താൽ മതി. TR, TH. എന്ത് ചെയ്യുക? എന്താ പ്ലേസ് ചെയ്യേണ്ടത്? F. എന്നിട്ട് TH ക്ലോസ് ചെയ്യുക. TH ക്ലോസ് ചെയ്യുന്നു, TR ക്ലോസ് ചെയ്യുന്നു. അതോടുകൂടെ ആ റോയും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് റോ C ആണ്. സീൻ്റെ പ്രത്യേകത എന്താ? 2 കോളങ്ങളെ വലുപ്പമാണ് എടുക്കുന്നത്. 2 കോളങ്ങളെ വലുപ്പമാണ് എടുക്കുന്നത്. സോ TR, TH. എന്താ TH? C. എത്ര കോളങ്ങൾ? 2 കോളങ്ങൾ വലുപ്പം. കോൾ സ്പാൻ ഈക്വൽ ടു 2. അവിടെ C പ്ലേസ് ചെയ്യുക, ദെൻ TH പ്ലേസ് ചെയ്യുക. എല്ലാം ക്ലോസ് ചെയ്യാം. TR ക്ലോസ്, ടേബിൾ ക്ലോസ്, ബോഡി ക്ലോസ്, HTML ക്ലോസ്. തീർന്നു. ശ്രദ്ധിക്കേണ്ടത് വളരെ റിലാക്സ് ചെയ്ത് പഠിക്കുക. റോ സ്പാനും കോൾ സ്പാനും ഞാൻ ഇതിലെ ടേബിളിൻ്റെ ആട്രിബ്യൂട്ട്സ് ഡിസ്കസ് ചെയ്തു. TRൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? TRൻ്റെ ആട്രിബ്യൂട്ട്സ് 3 ആട്രിബ്യൂട്ട്സ് ആണ്. ഇതിൽ 8 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. 8 ആട്രിബ്യൂട്ട്സ്. ഇവിടെ ആട്രിബ്യൂട്ട്സ് എന്നുള്ള ഹെഡിങ് ഇടുക. ആട്രിബ്യൂട്ട്സ്. TRൻ്റെ കേസിലാണെങ്കിൽ 3 ആട്രിബ്യൂട്ട്സ് ആണ്. THൻ്റെ കേസിൽ 5 ആട്രിബ്യൂട്ട്സ് ആണ്. ഏതൊക്കെ 3 TRന്നുള്ളത്? BG കളർ, അലൈൻ, വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്ന. THൻ്റെ കേസിൽ 5 TH ആയാലും TD ആയാലും 5 ആട്രിബ്യൂട്ട്സ് ആണ്. BG കളർ, അലൈൻമെൻറ്റ്, വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. കള്ളികൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക. റോ സ്പാനും കോൾ സ്പാനും അവിടെ പൂർണ്ണമായി. സോ ലാസ്റ്റ് വൺ അല്ലേ? ഇന്ന ഫ്രെയിമാണ്. ഏതൊക്കെ? ലിസ്റ്റ്, ടേബിൾ, ഫോം. അപ്പോൾ ഇനി ഫോമിൻ്റെ പോരാട്ടത്തിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഫോം മനസ്സിൽ കാണണം. ആ ഫോം പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോം ആണെങ്കിൽ ഒരു കുട്ടിയുടെ പേര് എൻ്റർ ചെയ്യണം. അതേപോലെ കുട്ടിയുടെ അഡ്രസ്സ് എൻ്റർ ചെയ്യണം. ഓക്കെ എന്നുള്ള ബട്ടൺ നിൽക്കാം. അല്ല എങ്കിൽ ക്ലിയർ എന്നുള്ള ബട്ടൺ നിൽക്കാം. അപ്പോൾ ഈ ഒരു ഫോം ജസ്റ്റ് ചുമ്മാ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക? HTML മുതൽ സ്റ്റാർട്ട് ചെയ്യുക. HTML ആണ് ആദ്യം. രണ്ടാമത്തത് ഹെഡാണ്. ഹെഡിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ പ്ലേസ് ചെയ്യാം. വേണമെങ്കിൽ എഴുതാം, സാമ്പിൾ എന്നുള്ളതൊക്കെ എഴുതാം. ദെൻ ടൈറ്റിൽ ക്ലോസ്, ഹെഡ് ക്ലോസ്.
ടൈറ്റിൽ ക്ലോസ്, ഹെഡ് ക്ലോസ്. ഇതോടുകൂടെ എൻ്റെ ഫസ്റ്റ് പാർട്ട് അവിടെ പൂർണ്ണമായി. ബോഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ബോഡീൻ്റെ ഉള്ളിൽ കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ബോഡിയിൽ നിന്ന് എഴുതാം. ക്യാപിറ്റലും എഴുതാം, സ്മോൾ ലെറ്റർ എഴുതാം. ഓരോ കളറിൽ നമുക്ക് എഴുതാം. ഫസ്റ്റ് വൺ നെയിമാണ്. ആ നെയിം വരണമെങ്കിൽ ആദ്യം ഒരു ഫോം വേണം. സോ ഫോം എഴുതാം. ഫോം എഴുതിയതിന് ശേഷം ആദ്യം നെയിം. അപ്പോൾ ഫോം എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു ബോക്സായി. ഫോമിൻ്റെ ഉള്ളിൽ 3 ആട്രിബ്യൂട്ട്സ് ആണ്: ആക്ഷന്, മെത്തേഡ്, നെയിം. ദെൻ നെയിമിലേക്ക് എത്തി. നെയിം കഴിഞ്ഞാൽ ഒരു സ്പേസ് ഇടണം. അപ്പോൾ സ്പേസ് ഇടാനുള്ള കമാൻഡാണ് &NBSP. &NBSP. അവിടെ ആ ബോക്സ് വരണം. ആ ബോക്സിനെ പറഞ്ഞ പേരാണ് ടെക്സ്റ്റ് ബോക്സ്. എന്തിനാ സ്റ്റൈൽ ഇങ്ങനെയാണ്: ഇൻപുട്സ് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് എന്ന് എഴുതാം. എത്ര വലുപ്പം വേണം ടെക്സ്റ്റ് ബോക്സിന്? സൈസ് ഈസ് ഈക്വൽ ടു ഒരു 10. അവിടെ പൂർണ്ണമായി. അതിനുശേഷം അടുത്ത ലൈൻ്റെ കമാൻഡാണ് BR, ബ്രേക്ക്. ഇനി മറ്റൊരു കളർ. മറ്റൊരു കളർ ഏതാ? അഡ്രസ്സാണ്. അഡ്രസ്സ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ചുമ്മാ അഡ്രസ്സ് എന്ന് എഴുതുന്നു. അഡ്രസ്സ് എഴുതിയതിന് ശേഷം ഒരു സ്പേസ് ഇടുന്നു. &NBSP. ഇവിടെ എത്തി. അതിനുശേഷം അതൊരു ബോക്സാണ്. അത് വെറും ടെക്സ്റ്റ് ബോക്സ് അല്ല, ഒരുപാട് ലൈൻസ് ഉള്ള ബോക്സാണ്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ടെക്സ്റ്റ് ഏരിയ. എത്ര റോസ് വേണം? 5 റോസ് വേണം അല്ലേ? 5 or 6 നിങ്ങൾ തീരുമാനിക്കുന്ന അനുസരിച്ച് 5 റോ വേണം. ഓരോ റോയിൽ എത്ര അക്ഷരങ്ങൾ വേണം? ഒരു 25 അല്ലെങ്കിൽ 20. അവിടെ അത് പൂർണ്ണമായി. അതിന് ശേഷം ടെക്സ്റ്റ് ഏരിയ ക്ലോസ് ചെയ്യുക. /ടെക്സ്റ്റ് ഏരിയ. അപ്പോൾ ഇവിടെ എത്തി. അതിനുശേഷം ഇനി എന്താ? നെക്സ്റ്റ് ലൈനിലേക്ക് ഇറങ്ങണം. നെക്സ്റ്റ് ലൈനിൻ്റെ വാക്കാണ് BR. അവിടെ എത്തും. ഇനി ഓക്കെ എന്നുള്ളതും ക്ലിയർ എന്നുള്ളതും ബട്ടനാണ്. സെൻറ്ററിൽ വരണം, സെൻറ്റർ ടാഗ് വരണം. സെൻറ്റർ ടാഗിന് എന്ത് ചെയ്യാം? ജസ്റ്റ് മിഡിൽ വരണമെങ്കിൽ സെൻറ്റർ ടാഗ് യൂസ് ചെയ്യാം. സെൻറ്റർ ടാഗ് എന്തൊക്കെ വേണം? ആദ്യം വേണ്ടത് ഒരു സബ്മിറ്റ് എന്ന ബട്ടനാണ്. അപ്പോൾ സബ്മിറ്റ് ബട്ടൺമേലല്ല അവിടെ കാണുന്നത്. ബട്ടൺമേൽ കാണുന്ന ഇംഗ്ലീഷ് ഓക്കെ എന്നുള്ള ജസീം എന്നുള്ള ഞാനാണ്. എൻ്റെ പേര്, എൻ്റെ വാല്യൂ എജുപോർട്ട് എന്നാണ്. എന്താണോ നിങ്ങൾ കാണുന്നത് അതിനെ പറയുന്ന പേരാണ് വാല്യൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻപുട്സ് ടൈപ്പ് ഈസ് ഈക്വൽ ടു സബ്മിറ്റ് ബട്ടനാണ്. പക്ഷേ സബ്മിറ്റ് ബട്ടൻ്റെ അതിൽ കാണുന്ന വാല്യൂ എന്താ? വാല്യൂ ഈസ് ഈക്വൽ ടു ഓക്കെ. അവിടെ ഒരു സ്പേസ് ഇടണം. സ്പേസ് ഇടാനുള്ള വാക്കാണ് &NBSP സെമിക്കോളൻ. പോരാ, ഇനിയും വേണം. ഇൻപുട്സ് ടൈപ്പ് ഈസ് ഈക്വൽ ടു എന്ത് വേണം? ക്ലിയർ എന്നുള്ള ഒരു ടൈപ്പ് ഇല്ല. ടൈപ്പിൻ്റെ ഒരു വാല്യൂ ക്ലിയർ എന്നുള്ള സാധനമില്ല. പക്ഷേ ക്ലിയർ പോലെ വർക്ക് ചെയ്യണമെങ്കിൽ റീസെറ്റ് എന്നാണ്. പക്ഷേ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യാം? റീസെറ്റ് എന്ന് കൊടുക്കാം. വാല്യൂ ഈസ് ഈക്വൽ ടു അതിമേൽ കാണുന്ന വാല്യൂ എന്താണ്? ക്ലിയർ ആണ്. വാല്യൂ ഈസ് ഈക്വൽ ടു ക്ലിയർ. ഇനി എല്ലാം വൈൻഡപ്പ് ചെയ്യാം. എന്തൊക്കെ വൈൻഡപ്പ് ചെയ്യണം? സെൻറ്റർ ക്ലോസ് ചെയ്യണം. സെൻറ്റർ ക്ലോസ് ചെയ്തെല്ലാം തീർന്നോ? ഇല്ല. എന്തൊക്കെ ക്ലോസ് ചെയ്യണം? ആദ്യത്തെ വൈറ്റിലേക്ക് പോകാം. ഫോം ക്ലോസ് ചെയ്യണം. നേരത്തെ ഓപ്പൺ ചെയ്ത ഫോം ക്ലോസ് ചെയ്യണം. ഫോം മാത്രം ക്ലോസ് ചെയ്താൽ മതിയോ? ഇല്ല. അതിന് തൊട്ട് മുമ്പേ ക്ലോസ് ഓപ്പൺ ചെയ്ത ബോഡി ക്ലോസ് ചെയ്യണം. HTML ക്ലോസ് ചെയ്യണം. ദാറ്റ്സ് ഓൾ. HTML ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ പ്രോഗ്രാം. വളരെ സിമ്പിളാണ്. ഒരൊറ്റ ഫ്രെയിമിലാണ് ഞാൻ എടുക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള. ഇപ്പോൾ ടെക്സ്റ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ, ഫോം എടുക്കുകയാണെങ്കിൽ നെയിം, ആക്ഷൻ, മെത്തേഡാണ്. ഇൻപുട്ടിലേക്ക് വരുമ്പോൾ ഇൻപുട്ട് എംപ്റ്റി ടാഗാണ്. ഇൻപുട്ടിൻ്റെ ഉള്ളിൽ 5 വാല്യൂസാണ്, 5 ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്ന് ടൈപ്പ്, രണ്ടാമത്തത് നെയിം, സൈസ്, മാക്സ് ലെങ്ത്, വാല്യൂ. എന്താണ് ടൈപ്പ്? ടൈപ്പിൽ 7 വാല്യൂസാണ്. ടെക്സ്റ്റ് ബോക്സ്. ദെൻ പാസ്വേഡ് ഉണ്ട്, ബട്ടൺ ഉണ്ട്, സബ്മിറ്റ് ഉണ്ട്, റീസെറ്റ് ഉണ്ട്. അതേപോലെ ചെക്ക് ബോക്സും റേഡിയോയും ഉണ്ട്. എന്താണ് ചെക്ക് ബോക്സും റേഡിയോയും തമ്മിലുള്ള വ്യത്യാസം? ചെക്ക് ബോക്സിൽ സിംഗിൾ സെലക്ഷൻ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ വാട്സപ്പിൽ ബാക്കപ്പ് ഉണ്ടാവും. വീക്ക്ലി, മന്ത്ലി, നെവർ. ആ 3 കൂടി സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സിംഗിൾ സെലക്ഷൻ മാത്രമേ പറ്റുള്ളൂ. ചെക്ക് ബോക്സിൻ്റെ കേസിലാണെങ്കിൽ മൾട്ടിപ്പിൾ സെലക്ഷൻ പറ്റും. ടിക്ക് ഇടണം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് ആ ഇൻപുട്ട് കഴിഞ്ഞു. ദെൻ ടെക്സ്റ്റ് ഏരിയ ഉണ്ട്. ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ ലൈൻ ഓഫ് ടെക്സ്റ്റ് ആണ്. അതിൽ 3 ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്ന് റോസ്, 2 കോൾസ്, ദെൻ നെയിം. കഴിഞ്ഞു. ഇതേപോലെ മറ്റൊരു സെക്ഷനാണ് സെലക്ട്. നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, എലമെൻറ്റ്സ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരാൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സെലക്ട് ആണ്. സെലക്റ്റിൽ 3 ആട്രിബ്യൂട്ട്സ് ആണ്. നെയിം, സൈസ്, മൾട്ടിപ്പിൾ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു
ഓപ്ഷൻ ടാഗ് ഉണ്ട്. ഓപ്ഷൻ ടാഗ് പറഞ്ഞാൽ കണ്ടെയ്നർ ടാഗാണ്. അതിൽ സെലക്റ്റഡും അതേപോലെ വാല്യൂ. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പാർട്ട്: ലിസ്റ്റ്, ടേബിൾ, ഫോം. താങ്ക് യു.